പ്രിയമുള്ളവരെ, ഒരു പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് വാർദ്ധക്യകാലത്ത് നമുക്ക് മക്കളെ ആശ്രയിക്കാതെ ജീവിക്കണമെന്നെങ്കിൽ നല്ലൊരു തുക ഒന്നുകിൽ ഗഡുക്കളായിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചോ പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിച്ചാൽ മാത്രമേ സാധിക്കൂ. ഇനിയുള്ള കാലങ്ങളിൽ സ്ഥിരമായിട്ടൊരു വരുമാനം നമുക്ക് പ്രായമായി വരുമ്പോൾ വേണം. അതിനുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് ഞാൻ പറയുന്ന രണ്ട് നിക്ഷേപ പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ജീവൻ ധാര. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗഡുക്കളായിട്ട് നിക്ഷേപിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ 55 വയസ്സുള്ള ഒരാൾ നമുക്ക് 1,20,000 രൂപ വെച്ച് ഒരു വർഷം നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ 65 വയസ്സ് വരെ നിക്ഷേപിക്കുക. 65ാമത്തെ വയസ്സ് മുതൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 1,00,000 രൂപ വെച്ച് നമുക്ക് ഒരു വർഷത്തിൽ പെൻഷൻ കിട്ടിത്തുടങ്ങും. അങ്ങനെ 75 വയസ്സാകുമ്പോഴത്തേക്കും അടച്ച 10 ലക്ഷം സംതിങ് ആണ് അടച്ചത്. ആ 10 ലക്ഷം രൂപ നമുക്ക് തിരിച്ച് അതിനൊരു ബോണസോട് കൂടി തന്നെ നമുക്ക് അടച്ചിടത്തോളം കാശ് 13 ലക്ഷം രൂപ നമുക്ക് തിരിച്ച് കിട്ടും. തിരിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുടർന്നും 75ാമത്തെ വയസ്സ് മുതൽ 1,00,000 രൂപ വെച്ച് ജീവിതകാലം മുഴുവനും പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാം. അടച്ച കാശ് നമുക്ക് 75ാമത്തെ വയസ്സിൽ കിട്ടുകയും ചെയ്യും. ഒന്നതാണ്. ഇനി വർഷം തോറും അടയ്ക്കാൻ സാധിക്കില്ല, നമുക്ക് ഒന്നിച്ചൊരു എമൗണ്ട് അടയ്ക്കാനേ സാധിക്കുള്ളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 55 വയസ്സ് തന്നെ ഉദാഹരണം കിട്ടിക്കോ. ഏത് വയസ്സിലും ചേരുവോ അടയ്ക്കുകയും ചെയ്യാൻ കിട്ടുമോ. ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 55 വയസ്സിൽ നമ്മൾ 10 ലക്ഷം രൂപ ഒന്നിച്ചടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 70,300 രൂപ വെച്ചു നമുക്ക് വർഷം തോറും പെൻഷൻ കിട്ടും. അല്ല, ഇനി 2 വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ മതിയെന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 82,700 രൂപ വെച്ച് നമുക്ക് വർഷത്തിൽ പെൻഷൻ കിട്ടും. അതായത് നമ്മൾ 3 വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ മതിയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എമൗണ്ട് 82,700 വെച്ച് തന്നെ കിട്ടുമ്പോൾ 6 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് 1,00,000 രൂപ വെച്ച് നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും വർഷത്തിൽ. ഇനി 10 വർഷം കഴിഞ്ഞ് പെൻഷൻ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,30,30,000 രൂപ വെച്ചായിരിക്കും നമുക്ക് പെൻഷൻ കിട്ടുക. അത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോമിനിക്കായിരിക്കും ഈ അടച്ച തുക 5% ബോണസോട് കൂടി തിരികെ കൊടുക്കുക. അപ്പോൾ നല്ലൊരു പെൻഷൻ പദ്ധതിയാണ് ഇത് രണ്ടും. ഇത് രണ്ടിലും ഏതാണ് യോജിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ടിൻ്റെ അനുസരിച്ച് ഇത് 1,00,000 മുതൽ കോടികൾ വരെ നിക്ഷേപിക്കാം. അപ്പോൾ അത് നമ്മുടെ എമൗണ്ട് അനുസരിച്ച് നല്ല തുക ഈ പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിച്ച് വാർദ്ധക്യകാലത്ത് മക്കളുടെ മുമ്പിൽ കൈ നീട്ടാത്ത ഒരവസ്ഥയ്ക്ക് നമ്മൾ മുൻകൈ എടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എന്നെ വിളിക്കേണ്ട നമ്പർ 94 47 66 34 92. നിങ്ങളുടെ ഗോപാലകൃഷ്ണൻ. ഓക്കെ, താങ്ക് യു.